വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയതായിട്ടൊരു സ്പാം വന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഒരു വൈറസ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പും അതേപോലെ ഗൂഗിൾ ക്രോമ് അതേപോലെ ജിമെയിൽ അതിൻ്റെ അകത്ത് ലിങ്കുകൾ വഴിയാണ് വരുന്നത്. നമ്മളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാം നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. നമ്മൾ ഏതെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ OTP കൊടുക്കുന്ന സമയത്ത് നമ്മുടെ OTP ഇത് മനസ്സിലാക്കുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളറിയാതെ ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് ഫോണിൽ ഈ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. നിങ്ങളുടെ ഫോൺ പ്രൊട്ടക്ഷൻ കൂട്ടുക. അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. കുറച്ച് താഴേക്ക് വരണം. അപ്പോഴാണ് അവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളത്. അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അൺഓതറൈസ്ഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുണ്ടോ ഇവിടെ ഗൂഗിൾ ക്രോമിൽ നമ്മളറിയാതെ അൺഓതറൈസ്ഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷനുണ്ട്. അതേപോലെ ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ, അങ്ങനെ കുറേ ആപ്ലിക്കേഷന്, മൈ ഫയൽസ്, ഇതിനൊക്കെ അൺഓതറൈസ്ഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ കൊടുത്താൽ ഈ ആപ്ലിക്കേഷൻ വഴി എന്ന് വെച്ചാൽ നമ്മൾ അൺഓതറൈസ്ഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്നാൽ നമ്മളറിയാതെ അത് ഇൻസ്റ്റാൾ ആവുകയും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം ആപ്ലിക്കേഷൻ്റെ അകത്ത് അത് ഓണാണ് അതെല്ലാം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മേളിലൊരു സെർച്ച് ഉണ്ട്. അവിടെ അൺനോൺ ആപ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. കാരണം ചില ഫോണുകളിൽ സെറ്റിങ്സ് വ്യത്യാസമുണ്ട്. അതിനുശേഷം വീണ്ടും സെറ്റിങ്സിലെത്തുക. വീണ്ടും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആൾ സർവീസസ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് താഴെയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അൺനോൺ ട്രാക്കർ അലർട്ട് ഉണ്ടോ? നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഹാക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ അൺനോൺ ട്രാക്കർ അലർട്ട് ഓൺ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഏതെങ്കിലും വൈറസ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കയറിയിട്ടുണ്ടോ എന്ന്. ഇവിടെ താഴെ ഒരു സ്കാൻ കാണാൻ കഴിയും ഉണ്ടോ? ഇതിവിടെ ഇപ്പോൾ ആക്റ്റീവ് അല്ല, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആക്റ്റീവ് അല്ല. അപ്പോൾ നമ്മൾ മേളിൽ വന്നിട്ട് ബ്ലൂടൂത്തും ലൊക്കേഷനും കൂടെ ഓൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്കാനർ ആക്റ്റീവ് ആവും. ഉണ്ടോ? ഞാനിവിടെ മേളിൽ വന്നിട്ട് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലൂടൂത്ത് കണ്ടോ? ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ഞാൻ ഇവിടുന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഉണ്ടോ? അലോ കൊടുത്തു. ഇനി നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഓൺ ചെയ്യേണ്ടവർക്ക് ഓൺ ചെയ്യുക, അല്ലാത്തവർക്ക് ബ്ലൂടൂത്ത് മാത്രം ഓൺ ചെയ്താലും മതി. ചില ഫോണുകളിൽ രണ്ടും ഓൺ ചെയ്ത് കിട്ടുന്നെങ്കിൽ ആക്റ്റീവ് ആവുള്ളൂ. കണ്ടോ? താഴെ ഇപ്പോൾ സ്കാൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടുന്ന് സ്കാൻ ചെയ്യുക. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്നത് ഡിലീറ്റ് ചെയ്ത് കളയുക. കണ്ടോ? ഈ ഫോണിൽ ഒരു ആപ്ലിക്കേഷനും ഇല്ല, ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷനും ഇല്ല, നിങ്ങളുടെ ഒരു ഡേറ്റാസും നഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ വന്നിട്ട് റെഡ് അലർട്ട് പോലെ കാണിക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.